എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ കാഞ്ഞങ്ങാട്ടെ അനിശ്ചിതകാല സമരവേദിയിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സന്ദർശനം നടത്തി. ഈ സമരത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ താൽപര്യമില്ലെന്ന് അദ്ദേഹം പ്രതികരിച്ചു. This news sponsored by ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ഇപ്പോഴും തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ടി വരുന്നത് പൊതുസമൂഹത്തിനാകമാനം അപമാനകരമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. തന്നെ പോലെയുള്ള രാഷ്ട്രീയ നേതാക്കൾക്കും ഇതിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാഞ്ഞങ്ങാട് പുതിയകോട്ടയിലെ മിനി സിവിൽ സ്റ്റേഷനു മുന്നിൽ എൻഡോസൾഫാൻ ദുരിതബാധിതർ നടത്തിവരുന്ന അനിശ്ചിതകാല സമരത്തിന്റെ വേദിയിൽ സന്ദർശനം നടത്തിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോഴും ഇവിടെ സമരം നടക്കുകയാണ്. അപ്പൊ ബാക്കിയുള്ളത് അതായത് 287, 76, 511 കഴിഞ്ഞ് ബാക്കി 1031 പേർ വീണ്ടും ഈ അർഹതയുള്ള ആളുകൾ പുറത്തു നിൽക്കുകയാണ്. എന്ന് മുതൽ 2017 മുതൽ അല്ലെ 2017 സെലക്ട് ചെയ്യപ്പെട്ട 1031 പേർ എത്ര കൊല്ലമായി? 7 വർഷമായി അവർ പുറത്തു നിൽക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിൽ അപമാനകരമാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അപമാനഭാരത്താൽ തലകുനിച്ചുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം അത്ര ക്രൂരതയാണ് സ്റ്റേറ്റ് ഈ എൻഡോസൾഫാൻ പീഡിതരായ ആളുകളോട് അത് ചെയ്യുന്നത്. തികച്ചും ന്യായവും നീതിയുക്തവുമായ ആവശ്യങ്ങളാണ് ദുരിതബാധിതരുടെ അമ്മമാർ മുന്നോട്ട് വെക്കുന്നതെന്നും അവ നടപ്പിലാക്കുന്നതിനായി വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്നും ഉറപ്പു നൽകിയ പ്രതിപക്ഷ നേതാവ് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമരത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ താല്പര്യമില്ലെന്നും വ്യക്തമാക്കി. ഇനി തെരഞ്ഞെടുപ്പിന് മുമ്പ് 12, 13, 14, 15 4 ദിവസം മാത്രമാണ് നിയമസഭയുള്ളത്. 4 ദിവസമാണ് ബജറ്റിന്റെ ചർച്ചയാണ്. എങ്കിലും ഞാൻ നിങ്ങളോട് ഉറപ്പു പറയുന്നു, ഈ 4 ദിവസം വേറെ ഒരുപാട് കാര്യത്തിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. എങ്കിലും എൻഡോസൾഫാൻ വിഷയം ഈ 4 ദിവസത്തിൽ ഒരു ദിവസം നിർബന്ധമായി ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവരും. എ. ഹമീദ് ഹാജി, ഇക്ബാൽ വലിയ വീട്ടിൽ, അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ, ഫരീന കോട്ടപ്പുറം, ജെയിൻ പി വർഗീസ്, C.H. ബാലകൃഷ്ണൻ, പി. ഷൈനി തുടങ്ങിയവരും പ്രതിപക്ഷ നേതാവിന്റെ സന്ദർശനവേളയിൽ സമരവേദിയിൽ ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.